പത്തനംതിട്ടയിലേക്കാണ് ദലിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് പെൺകുട്ടി കൂട്ട ബലാത്സംഗത്തിനിരയായെന്ന് പോലീസ്. ബസ് സ്റ്റാൻഡിന് സമീപത്തെ പൂട്ടിയിട്ട കടയിലും വെച്ചും പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഓരോ മണിക്കൂറിലും ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പെൺകുട്ടി അനുഭവിച്ച ദുരവസ്ഥയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് കൂടുതൽ നടുക്കുന്ന വിവരങ്ങളാണ്. ഇപ്പോൾ ഈ വരുന്ന വിവരങ്ങൾ അത് പ്രതികളെ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്തപ്പോൾ വെളിവായതാണോ? നൽകിയ മൊഴികൾ ആണ് ഇത്. അതിനനുസരിച്ചാണ് പ്രതികളെ ചോദ്യം ചെയ്യുന്നതും അതിനനുസരിച്ചാണ് കേസെടുക്കുന്നതും. എന്തായാലും പത്തനംതിട്ട ജനറൽ ആശുപത്രി പരിസരത്ത് വെച്ച് ഇത്തരത്തിൽ പീഡനത്തിനിരയായി എന്ന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. അത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ കെട്ടിടത്തിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഒഴിഞ്ഞ പ്രദേശത്താണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് FIR ഉള്ളത്. 4 പേരാണ് പ്രതികൾ കൂട്ടബലാത്സംഗത്തിനിരയായി എന്നാണ് പറയുന്നത്. ഈ 2024 ജനുവരി മാസത്തിലാണ് ഈ ബലാത്സംഗം നടന്നത്. കൂട്ടബലാത്സംഗം നടന്നത് പെൺകുട്ടി പീഡനത്തിന് ഇരയായതെന്നും FIR-ൽ പറയുന്നു. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട സുഹൃത്തുക്കളാണ് ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ഇരയാക്കിയതെന്നും ഈ FIR-ൽ പറയുന്നുണ്ട്. ഇത് കൂടാതെ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലായിരുന്നു സ്ഥിരമായി മിക്ക പ്രതികളും പെൺകുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ഇവിടെ നിന്ന് കാറിൽ കൊണ്ടുപോയി പലയിടങ്ങളിലും വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് കാറിൽ കൊണ്ടുപോയി തൊട്ടടുത്ത ഒരു പൂട്ടിയിട്ട കടയുടെ പരിസരത്ത് വെച്ച് ബലാത്സംഗം ചെയ്തു എന്ന തരത്തിലും FIR ഉണ്ട്. എന്തായാലും ഇപ്പോൾ 28 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏറ്റവും ആദ്യം അറസ്റ്റിലായത് 5 പ്രതികളാണ്. അതിനുശേഷമാണ് പിന്നീട് തുടരെ അറസ്റ്റ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും 28 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇതിൽ 2 പേർ ജുവനൈലാണ്. മറ്റ് ആളുകളുടെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നത്. എന്തായാലും കേസിൽ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. രാത്രി വൈകിയും നിരവധി ആളുകളെ കസ്റ്റഡിയിലെടുത്തും എടുക്കാതെയും ഒക്കെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഗോകുൽ. ശരി ശ്രീജിത്ത്, ഏതായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ, ഒപ്പം ഈ അന്വേഷണത്തിൽ പുറത്തു വരുന്നത്. അതും പൊതു ഇടങ്ങളിലൊക്കെ വെച്ചും ഈ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടതും കൂട്ടബലാത്സംഗത്തിനിരയായി എന്നത് നടക്കുകയാണ്. അല്ലെങ്കിൽ അവിടെയൊക്കെ എങ്ങനെ ഈ സാഹചര്യം ഒരുങ്ങി എന്നതും ഇനിയും അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്.